വരുവീൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവീൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ, വരുവീൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. കൃപമേൽ കൃപയാർന്നിടുവാൻ, നമ്മൾ പരമപാദം ചേർന്നിടുവാൻ, ധരയിൽ നടന്ന തൻ ചരണം നിങ്ങൾക്കരുളും ശാശ്വത ശരണം. അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയായി, വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉണർന്ന് കർത്താവിൻ്റെ പാദപീഠം കടന്നു വരുവാൻ തക്കണം സഹായിച്ചതോർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പകലാദാനമായി നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പോക്കിലെ വരവിലെ വാഹനയാത്രയിലെ വഴിയാത്രയിലൊക്കെ സ്വർഗീയ സാന്നിധ്യം വേണമപ്പാ. ഇന്ന് പകൽക്കാലം ചെയ്തെടുക്കേണ്ടത് സകല കാര്യങ്ങളും ഭംഗിയായി ചെയ്തു തരുവാൻ സർവ്വശക്തനായ അപ്പൻ്റെ പാദപീഠത്തിലോട്ട് ഞങ്ങളെ തിരുവൻപാകെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, വരാമായിരിക്കുന്ന എല്ലാ ആപത്തനത്തിൽ നിന്നും രോഗദുഃഖാദികളിൽ നിന്നും പകർച്ചബാധകളിൽ നിന്നും ഒക്കെ ഞങ്ങളെ വിടുവിക്കുമാറാകണം. ശത്രു ഞങ്ങളെ കാണാതെ, ദുഷ്ടപിശാച് ഞങ്ങളെ തൊടാതെ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സ്വർഗ്ഗം സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളുടെ ഉപജീവന മാർഗം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം കർത്താപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്നുവരെയും ഞങ്ങളെ കരം പിടിച്ച് നടത്തിയ ദൈവമാ, അവിടുത്തെ ആലോചനയിൽ നടത്തിയ ദൈവമാ, നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ഞങ്ങളെ നടത്തുവാൻ സർവ്വശക്തനാകിയാൽ ബലമുള്ള കരങ്ങളോട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഈ സമയം ഹാലിൽ ഞങ്ങളുടെ പഠിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുക അപ്പാ. 26-ാം തീയതിയും 28-ാം തീയതിയും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പേരുപേരായിട്ട് അടിയൻ തിരുമുൻപാകിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടിയൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ സ്വർഗ്ഗം അറിയുന്നല്ലോ. തവർ ഭംഗിയായിട്ട് പഠിക്കട്ടെ, നന്നായി പരീക്ഷ എഴുതണം, വലിയ മാർക്കോടെ പാസ്സാകണം, സ്വർഗ്ഗം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജോലി ആഗ്രഹിക്കുന്ന മക്കളുണ്ട് കർത്താവേ. തൻ്റെ മക്കൾക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുക്കുന്ന ദൈവം അവിടുന്ന് ആകിയാൽ നന്ദിയോടെ സ്തോത്രം. അടിയൻ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾപ്പാൻ ഇടയാക്കണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്നവർ, പ്രയത്നിക്കുന്ന മക്കളെ സ്വർഗം കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴിവാതിൽ തുറന്നു കൊടുക്കണമേ കർത്താവേ. വീണ്ടും ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കട്ടെ. തമ്പുരാൻ ഉപജീവന മാർഗത്തിൻ്റെ വഴികളെ, വാതിലുകളെ തുറന്നു കൊടുത്ത എല്ലാ മക്കളെയും സഹായിക്കണമേ കർത്താവേ. അപ്പോൾ ഈ സമയം മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവേ. പൂർണ്ണമായും ഈ ലഹരി പദാർത്ഥത്തിൽ നിന്നൊരു വിടുതൽ എൻ്റെ ദൈവം ഓരോ മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ മദ്യപാനികളൊക്കെ ഈ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കടന്നു വരട്ടെ കർത്താവേ. പൂർണ്ണമായും ഈ ലോകത്തിൽ നീ ലഹരി പദാർത്ഥം നീങ്ങിപ്പോവാൻ സ്വർഗം ഹല്ലേലൂയ അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കരുണ തോന്നണേ. കരയുന്ന കുഞ്ഞുങ്ങളോട്, മാതാപിതാക്കളോട്, സഹോദരിമാരോട് കരുണ തോന്നണമേ കർത്താവേ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, അനുസരണമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്, മാതാപിതാക്കളെ സ്നേഹിക്കാത്തവരുണ്ട്, വിദ്യാഭ്യാസം പൂർത്തീകരിക്കാത്തവരുണ്ട്, കൂട്ടുകെട്ടിൽ അകപ്പെട്ട് ആയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇവരെയെല്ലാം ദൈവം മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് തമ്പുരാനെ അവരെ വിടുവിക്കണമേ. ഭാവിയെക്കുറിച്ചൊരു ഉത്തരവാദിത്വ ബോധം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, കുടുംബജീവിതത്തിൽ സമാധാനം ലഭിക്കാത്ത ജീവിതങ്ങളുണ്ട്. എൻ്റെ പ്രാർത്ഥന ചോദിച്ച മക്കളെ തിരുമുൻപാകെ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരുടെ ആ ഭവനം അറിഞ്ഞ്, അവരുടെ അവസ്ഥകളെ അറിഞ്ഞ്, അവരുടെ വേദനയും സങ്കടം അറിഞ്ഞ് സ്വർഗം വിടുവിച്ചേ മതിയാവും. ആത്മാർത്ഥതയോടും സ്നേഹത്തോടുമൊക്കെ ജീവിപ്പാൻ ഇടയാക്കണമേ കർത്താവേ. എല്ലാ നന്മകളും ഓരോ മക്കൾക്കും കൊടുത്ത് നിറയ്ക്കണം. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്ന എൻ്റെ തമ്പുരാനെ പൂർണ്ണമായും മാറ്റിക്കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പോകുവാനും വരുവാനുമുള്ള സൗകര്യസ്ഥാനത്ത് ജോലി ആഗ്രഹിക്കുന്ന കർത്താവ് ഒരു പ്രിയപ്പെട്ട ജീവിതമുണ്ട്. ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സ്വർഗം ഇറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് സകല ബുദ്ധിമുട്ടും പൂർണ്ണമായും തീർത്തു കൊടുക്കണേ എന്നും പ്രാർത്ഥിക്കുന്നു. നോർമലല്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടപ്പോൾ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, നല്ല ബുദ്ധിയും ആലോചനയൊക്കെ അപ്പച്ചന് കൊടുത്ത് വലിയൊരു വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആ കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം സ്തോത്രം. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ തിരുമുൻപാകം സമർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കണേ. ആ കുടുംബങ്ങളെ മാതാപിതാക്കളെയൊക്കെ അനുഗ്രഹിക്കണം. അവരുടെ എല്ലാ വേദനകളെയും അറിയണം. അവർക്ക് നല്ല ഭാവി ജീവിതം ഒരുക്കണമേ. അവർക്ക് കർത്താവ് ജോലി ഒരുക്കണമേ. സന്തോഷവും സമാധാനവും കൊടുക്കണമേ. ആരോഗ്യത്തിൽ കൃപയിൽ അവരെ നടത്തണമേ. കർത്താവേ, ജോലി ചെയ്യാൻ മനസ്സില്ലാതെ കർത്താവെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുമുണ്ട്. അവരുടെയും അലസതയും മന്ദതയും മടിയും ഒക്കെ മാറ്റിക്കൊടുക്കാൻ എൻ്റെ കർത്താവിന് കഴിയുമല്ലോ. ആ കുടുംബത്തോട് മനസ്സലിയണം നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സമയം വിദേശത്ത് PR ലഭിക്കേണ്ട ഒരു ജീവിതമുണ്ട്. തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാഥ, അത്ഭുതം ചെയ്യണമേ. കർത്താവെ, സന്തോഷത്തോടെ വസിപ്പാൻ വേണ്ടുന്ന കാര്യാദികളെ ക്രമീകരിക്കണമെന്ന് നടിയൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ ജീവിതങ്ങളെയും സമർപ്പിക്കുന്ന ആശുപത്രി മുറികളിലും ICUയിലും CCയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവർ, ഭവനങ്ങളിൽ കിടക്കകളിലായിരിക്കുന്ന ജീവിതങ്ങളോട് കരുണ തോന്നുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിൽ വരുന്ന കുഴപ്പമുള്ളവരൊക്കെ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവെ, അടിനോർത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ രോഗങ്ങളുടെ പേരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സൗഖ്യപ്പെടുത്തണമേ നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങാണ് മരുന്ന്, അങ്ങാണ് വൈദ്യൻ, അങ്ങൊന്ന് തൊട്ടാൽ മതി. കർത്താവ്, എവിടുന്നൊരു വാക്ക് കൽപ്പിച്ചാൽ മതിയപ്പാ, സൗഖ്യമുണ്ടപ്പാ, കരുണ തോന്നണമേ നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അങ്ങനെ കർത്താവേ, സ്തോത്രം സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയവും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപ തരണമേ. സന്തോഷത്തോടെ കാത്തുകൊള്ളണമേ. പാപം ചെയ്യാൻ സമ്മതിക്കല്ലേ അപ്പാ. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും എല്ലാം തിരുമുൻപാകെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ കരുതണമേ. കൊച്ചു പൈതങ്ങളെ വളർത്തിത്തരണമേ. ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ പരിപാലിക്കണമേ. കർത്താവേ, ശത്രു ആരെയും കാണാതെ സ്വർഗം സൂക്ഷിച്ചാട്ട്, പരിപാലിച്ചാട്ട്, കൃപയിൽ പൊതിഞ്ഞാട്ട്, കൂടെ ഇരുന്നാട്ട്. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണം. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളകാര്യത്തിൽ വഹിച്ചു കൊള്ളണം. വിവാഹപ്രായമായ ആണും പെണ്ണുമായ മക്കൾക്ക് തക്ക തുണ ഒരുക്കണം. അവരുടെ വിവാഹം നടക്കണം. സ്വർഗം കരുതണമെന്ന് നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണേ. സർവ്വമഹത്വം അവിടുന്ന് എടുക്കണമേ. പ്രാർത്ഥനയെ ചോദിച്ചതോ കേട്ടതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.